ഇനി നോക്കാൻ പോകുന്നത് പഴശ്ശി കലാപത്തിനെ പറ്റിയാണ്. പഴശ്ശി കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് 1793 മുതൽ 1805 വരെയാണ് നമുക്ക് പഴശ്ശി കലാപം നടന്ന വർഷമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യം SCERT-യിൽ നമ്മുടെ ഈ ഒരു പഴശ്ശി കലാപത്തിനെ പറ്റി അല്ലെങ്കിൽ പഴശ്ശി രാജാവിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ എവിടെയാണ് നടന്നത്? മലബാർ. ഓക്കെ, അപ്പോൾ സ്ഥലം ഓർത്ത് വെക്കുക. മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജ ഉൾക്കൊള്ളുന്ന ആ ഒരു നേതൃത്വം നൽകിയത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് കോട്ടയം രാജകുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ രാജകുടുംബം എവിടെയുള്ളതാണ്? കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജവംശം ഏതാണ്? കോട്ടയം രാജവംശമാണ്. ഓക്കെ, മൈസൂരിലുള്ള ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ ആർക്ക് നൽകി? നമ്മുടെ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പം മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ, മൈസൂരിൽ നമുക്കറിയാം ടിപ്പു സുൽത്താൻ അന്നൊക്കെ ആ ഒരു മേഖലയിൽ ഭരിച്ചിരുന്ന സമയമാണ്. അവിടെയുള്ള ഭരണാധികാരികളൊക്കെ വളരെ ശക്തമായിട്ട് നമ്മുടെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിരുന്ന സമയത്ത് അവർക്ക് ആ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്ത് എന്തിനുള്ള? നികുതി പിരിവിനുള്ള ആ ഒരു അധികാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ചതിന് ശേഷം ഈ വാഗ്ദാനം എന്ത് ചെയ്തിട്ടില്ല? പാലിക്കപ്പെട്ടിട്ടില്ല. നിറവേറ്റാൻ ബ്രിട്ടീഷുകാർക്ക് തയ്യാറായില്ല. മാത്രമല്ല, വയനാടിന് മേലെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവകാശവാദം ഉന്നയിച്ചു. അതുവരെ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വയനാടിന് മേല് വയനാടെന്ന് പറയുന്ന സ്ഥലത്തിന് മേല് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ആധിപത്യത്തിന് തയ്യാറെടുത്തു. അല്ലെങ്കിൽ അവർക്കത് വേണം, അല്ലെങ്കിൽ ആ സ്ഥലം അവർക്ക് വേണമെന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. ഇതിനെതിരെ നമ്മുടെ പഴശ്ശിരാജ എന്ത് ചെയ്തു? ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു? പോരാടി. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ആരൊക്കെയായിരുന്നു? ചെമ്പൻ പോക്കർ, അതുപോലെ തന്നെ അത്തൻ ഗുരുക്കൾ, പിന്നെ അതുപോലെ തന്നെ കൈത്തേരി അമ്പുനായർ, അതുപോലെ തന്നെ എടച്ചേന കുങ്കൻ, പിന്നെ വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ നമ്മുടെ പഴശ്ശിരാജാവ് ശക്തമായിട്ടുള്ള എന്താണ് നടത്തിയത്? ഗൊറില്ല യുദ്ധമുറ അഥവാ ഒളിപ്പോറാണ് അദ്ദേഹം നടത്തിയത് അല്ലേ? ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. 1805 നവംബർ 30 പഴശ്ശിരാജാവ് എന്ത് ചെയ്തു? വധിക്കപ്പെട്ടു. അപ്പോൾ പഴശ്ശി കാലഘട്ടം നമ്മൾ ആദ്യം നോക്കുക. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം. നമ്മൾ ആ പഴശ്ശി കലാപം മൊത്തത്തിലുള്ള ഡേറ്റ് ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. അതിൽ ഒന്നാം പഴശ്ശി കലാപം നടന്ന ഡേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇയർ എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത്. ബ്രിട്ടീഷുകാരുടെ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. ഗറില്ല അഥവാ യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോ തന്ത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് ആവിഷ്കരിച്ചത്. ഇനി പഴശ്ശിരാജാവിനെ അറിയപ്പെട്ട ഒരു പേരുണ്ട്. അദ്ദേഹത്തിന് പുരളി ഷെമ്മൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുരളി ഷെമ്മൻ എന്നാണ് പഴശ്ശിരാജാവിനെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ കേരള സിംഹം എന്ന് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. പുരളി ഷെമ്മനും കേരള സിംഹവും ഒക്കെ ആരാണ്? നമ്മുടെ പഴശ്ശി രാജയാണ്. പഴശ്ശി കലാപത്ത് അല്ലെങ്കിൽ ആ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയാണ്.
അഞ്ചര കണ്ടിയിലാണ്. അപ്പോൾ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. ഇനി പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമെന്ന് പറയുന്നത് പുരളിമല കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ഈ പഴശ്ശി കലാപത്തിൻ്റെ ആ ഒരു അവസാനിപ്പിക്കാനായിട്ട് പഴശ്ശി രാജാവിനും നമ്മുടെ പഴശ്ശിക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും എതിരെ ഒരു മീഡിയേറ്ററായിട്ട് നിന്നത് ആരാണ്? ചിറക്കൽ രാജാവാണ് അവരോട് ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് സംസാരിച്ചത്. അതായത് ഇത് സോൾവ് ആക്കണമെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. 1802 പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായിട്ട് പനമരം കോട്ട യുദ്ധം നടന്നത്. 1802 പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമായിട്ട് പനമരം കോട്ട യുദ്ധം നടന്നത്. 1802 തന്നെ ഈ ഒരു ആരൊക്കെ ചേർന്നാണെന്ന് ചോദിച്ചാൽ ഈ പനമരം കോട്ട യുദ്ധം നടന്നത് നമ്മുടെ എടച്ചേന കുങ്കനും അതുപോലെ തന്നെ തലയ്ക്കൽ ചന്തുവും കൂടി ചേർന്നാണ് ഈ ഒരു പനമരം കോട്ട യുദ്ധം നടത്തിയത്. ഓക്കെ, ആ ഒരു പനമരം കോട്ട പിടിച്ചെടുത്തു. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് ആരെന്ന് പറയുന്നത്? തലയ്ക്കൽ ചന്തു. അതുപോലെ തന്നെ എടച്ചേന കുങ്കൻ നായർ പഴശ്ശിയുടെ നായർ സൈന്യത്തിൻ്റെ തലവനാണ് എടച്ചേന കുങ്കൻ നായർ എന്ന് പറയുന്നത്. ഇനി പഴശ്ശിയുടെ മന്ത്രിയുടെ പേര് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് നമ്മുടെ പഴശ്ശിയുടെ ആരെന്ന് പറയുന്നത് മന്ത്രി എന്ന് പറയുന്നത്. തോമസ് ഹാർവേ ബാബറാണ് പഴശ്ശിരാജയെ വധിക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷുകാരനായിട്ടുള്ള തലശ്ശേരി സബ് കളക്ടർ അതായത് നമ്മുടെ ഈ പഴശ്ശിരാജയെ വധിക്കാനായിട്ട് ഉത്തരവിട്ട സബ് കളക്ടറുടെ പേര് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്ന ആളാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലിയാണ് ഈ ഒരു പഴശ്ശി കലാപം അടിച്ചമർത്താനായിട്ട് നിയോഗിക്കപ്പെട്ടത്. ഇനി ആർതർ വെല്ലസ്ലി അറിയപ്പെട്ടിരുന്ന പേര് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നായിരുന്നു. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന എന്തായിരുന്നു? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നായിരുന്നു. ആർതർ വെല്ലസ്ലിയാണ് നമ്മുടെ പഴശ്ശി രാജാവ്, ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ എന്നീ ഭരണാധികാരികളെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആരാണ് ആർതർ വെല്ലസ്ലി ആരെയൊക്കെ പരാജയപ്പെടുത്തി? നമ്മുടെ പഴശ്ശി രാജാവ്. ഓക്കെ, പഴശ്ശി, പിന്നെ അതുപോലെ ടിപ്പു സുൽത്താൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെട്ട നെപ്പോളിയൻ. ഇവരെയൊക്കെ പരാജയപ്പെടുത്തിയത് ആരാണ്? നമ്മുടെ വാട്ടർലൂ യുദ്ധമൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ആ ഒരു പരാജയപ്പെടുത്തിയത് നമ്മുടെ ആർതർ വെല്ലസ്ലിയാണ്. ഇനി പഴശ്ശിരാജയെ പിടികൂടാനായിട്ട് ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘത്തിനെ പറയുന്ന പേരെന്ന് പറയുന്നത് കോൽക്കാറാണ്. എന്തെന്നാ പറയുന്നത്? കോൽക്കാർ എന്നാണ് ആ സൈനിക കൂട്ടം അറിയപ്പെടുന്നത്, ആ സംഘത്തിനെ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ച് മെയിൻ കാര്യങ്ങൾ നോക്കാം പഴശ്ശിയുമായി ബന്ധപ്പെട്ടത്. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ പഴശ്ശിയുടെ പഴശ്ശി സ്മാരകം എവിടെയാണ്? എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി പഴശ്ശി മ്യൂസിയം ആണെങ്കിൽ അത് കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്, പഴശ്ശി മ്യൂസിയം. ഇനി അതുപോലെ തന്നെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഇനി പഴശ്ശി ഗുഹയാണെങ്കിൽ മലപ്പുറം.
മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പഴശ്ശി കോളേജോ? പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി പിന്നെ മട്ടന്നൂർ. പുൽപ്പള്ളി മട്ടന്നൂറൊക്കെ പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത്. കേരള സിംഹം, പറങ്കിപ്പടയാളി എന്നീ പുസ്തകങ്ങൾ രചിച്ചതും ആരാണ്? നമ്മുടെ സർദാർ KM പണിക്കരാണ്. ഹരിഹരനാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. ഓർത്തു വെച്ചേക്ക, ചോദിച്ചിട്ടുണ്ട്. ഹരിഹരനാണ് കേരളവർമ്മ പഴശ്ശിരാജ സിനിമ എന്ത് ചെയ്തത്? സംവിധാനം ചെയ്തത്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? തിരക്കഥ നമ്മുടെ MD ആണ്. നമുക്കറിയാലോ, MD വാസുദേവൻ നായരാണ്. ഓക്കെ. അതുപോലെ തന്നെ പഴശ്ശിരാജയെ കഥാപാത്രമാക്കി P കുഞ്ഞിരാമൻ നായർ രചിച്ച കൃതിയാണ് പുള്ളിമാനും പഴശ്ശിയും. ഇതാണ് പുള്ളിമാനും പഴശ്ശിയും എന്ന് പറയുന്നത് നമ്മുടെ P കുഞ്ഞിരാമൻ നായർ രചിച്ച കൃതിയാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പഴശ്ശിരാജാവായിട്ട് അഭിനയിച്ചത്, ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചത് നമ്മുടെ മമ്മൂട്ടി, മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടിയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പഴശ്ശിരാജാവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്.